കുറച്ച് നാളായിട്ടാ ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് പോയി തൊഴുത് വന്നിട്ട് പറ്റിയ സന്ദർഭം കിട്ടിയപ്പോൾ ഒട്ടും മിസ്സാക്കാതെ ഞാനും ഏട്ടനും കൂടി ഇതാ ഗുരുവായൂർക്ക് എത്തിയിരിക്കാൻ കേട്ടാ. ക്ലോക്ക് റൂമിൽ മൊബൈലും ബാഗ് കൊടുത്തിട്ട് ഞാനും ഏട്ടനും വേഗം തൊഴുതിട്ട് അങ്ങ് ഇറങ്ങി. മക്കളൊന്നും ഇല്ലാതെ കുറെ കാലത്തിന് ശേഷം ഞങ്ങള് പുറത്തേക്ക് ഇറങ്ങിയ ദിവസം കൂടി ആയിരുന്നു കേട്ടോ അന്ന്. എത്ര നേരം ക്യൂ നിന്നാലും വേണ്ടില്ല, ഗുരുവായൂരപ്പന്റെ ചോറിൻ്റെ പോകത്തുള്ളൂ എന്നൊരു പ്ലാനിങ്ങോട് കൂടിയാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ പ്രസാദം കഴിക്കാനുള്ള വെയിറ്റിങ്ങിലാണ് ഞങ്ങള്. മക്കളെ ഇട്ട് വന്നുള്ള കുഴപ്പം അതാണ്, ഇതുപോലെ ക്യൂ നിൽക്കാനൊന്നും അവർ സമ്മതിക്കത്തില്ല. അവരെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് നല്ല പാൽപ്പായസമൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ തിരിച്ച് ഞങ്ങൾ ഇറങ്ങിയത്. വരുന്ന വഴിക്ക് കിഴക്കേ നടക്കെ ആലിൻ്റെ അടുത്ത് പ്രിയങ്ക ഫാൻസി എന്ന് പറയുന്നൊരു ഷോപ്പുണ്ട്. അവിടെ കയറി കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാന്നുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ ഓരോ പ്രൊഡക്ട്സിൻ്റെ. അപ്പോൾ അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടായാലും ചുമ്മാ കണ്ട് കൊതി തീരാനായാലും ഒന്ന് അവിടെ കയറി നിരങ്ങും. അവിടുന്ന് വാങ്ങിയ നല്ലൊരു കുപ്പിവളയുടെ കളക്ഷൻ തന്നെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം കണ്ണിലുടക്കിയത് ഈ ഒരു സംഭവമാണ് കേട്ടോ. ഞാനും വാങ്ങി, അതുപോലെ ഏട്ടനും വാങ്ങി. പിന്നെ ഗുരുവായൂരപ്പൻ്റെ മോതിരം, ലോക്കറ്റും ഒക്കെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങളൊന്ന് പർച്ചേസ് ചെയ്തു. എന്നിട്ട് തിരിച്ചതാ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കാൻ കേട്ടോ. ഏട്ടൻ പോകുന്ന പോക്ക് കണ്ടാ. ബാക്കിൽ ഞാൻ ഉണ്ടോ എന്ന് നോക്കുന്ന പോലും ഇല്ല. ഈ കാര്യത്തിൽ ഈ ആണുങ്ങളൊക്കെ ഒരൊറ്റ സെറ്റ് തന്നെയാണോ? ബസ് കയറിയിരുന്നപ്പോൾ ആ വെയിലടിക്കുന്ന ഭാഗത്ത് തന്നെ പോയിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ പരാതി പറയാനേട്ടാ. പക്ഷെ ബസ് എടുത്തു കഴിഞ്ഞപ്പോൾ അങ്ങ് സെറ്റായി. ഓപ്പോസിറ്റ് ഭാഗത്തായി പിന്നെ വെയിലടിക്കുന്നത്. പോകുന്ന വഴിക്ക് ബസ്സിലിരുന്ന് കുറിക്കാൻ വേണ്ടിയിട്ട് ഏട്ടനെ കൊണ്ട് വാങ്ങിപ്പിച്ചതാ എള്ളുണ്ട. ഇനി വീടെത്തുന്ന വരെ ഇത് ചുമ്മാ കുറച്ചുകൊണ്ടിരിക്കാൻ